സ്വർണ്ണ കവർച്ച മറയ്ക്കാനുള്ള ഇടപെടൽ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ രാജി ആവശ്യം ശക്തമാകുകയാണ്. 2025 കവർച്ച മറയ്ക്കാനുള്ള സ്വർണം പൂശലിന് മുൻകൈയെടുത്തത് PS പ്രശാന്ത്. ദേവസ്വം കമ്മീഷണറുടെ നിലപാട് മാറ്റത്തിന് പിന്നിലും ബോർഡ് പ്രസിഡന്റിന്റെ ഇടപെടൽ. എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാകട്ടെ എന്ന് ആവശ്യപ്പെട്ടതും PS പ്രശാന്ത്. ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ മനഃപൂർവ്വം ശ്രമമുണ്ടായെന്നും കോടതി നിരീക്ഷണം. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്, വളരെ ഗുരുതരമായ കണ്ടെത്തൽ. സ്വർണ്ണ കവർച്ച മറയ്ക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഒത്താശ. ശ്രുതി, അങ്ങനെ തന്നെയാണ്. കാരണം ഹൈക്കോടതി നടത്തിയിട്ടുള്ളത് ഗുരുതരമായ പരാമർശങ്ങളാണ്. ഈ ഗുരുതരമായ പരാമർശങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ പലതും ജനൻ TV പുറത്തുവിട്ട വാർത്തകൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ ഉത്തരവാദിത്തമടക്കം ചൂണ്ടിക്കാട്ടി, ദേവസ്വം നിയമമടക്കം ചൂണ്ടിക്കാട്ടി ജനൻ TV പുറത്തുവിട്ട പല റിപ്പോർട്ടുകൾക്കും അതിന് അനുസൃതമായിട്ടുള്ള നിരീക്ഷണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ഹൈക്കോടതി ഏറ്റവും പ്രധാനമായി പറയുന്നത് 2019 സ്വർണ്ണക്കവർച്ച മറയ്ക്കാനാകണം 2025 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വീണ്ടും ഈ സ്വർണ്ണപ്പാളികളെ ഏൽപ്പിക്കുന്നതും സ്വർണം പൂശുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയത് എന്നുള്ളതാണ് ഹൈക്കോടതി പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത്. അത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഏൽപ്പിച്ചതിന് പിന്നിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു എന്ന ആ രീതിയിലേക്കുള്ള ഒരു നിരീക്ഷണങ്ങളും കൂടിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. കോടതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2025 ഈ സ്മാർട്ട് ക്രിയേഷൻസിന് ഇതിനുള്ള സാങ്കേതിക വൈദഗ്ധ്യം ഇല്ലെന്നും ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടരുതെന്നും അടക്കമുള്ള ആദ്യ തീരുമാനമായിരുന്നു, അല്ലെങ്കിൽ ആദ്യ നിലപാടായിരുന്നു ദേവസ്വം കമ്മീഷണർ 2025 ജൂലൈ 30 എഴുതിയ കത്തിൽ ദേവസ്വം കമ്മീഷണർ അഭിപ്രായപ്പെട്ടത്. എന്നാൽ പിന്നീട് ഈ ഓഗസ്റ്റ് 8 കത്തിൽ കമ്മീഷണർ ഈ നിലപാട് മാറ്റി എന്നുള്ളത് ഹൈക്കോടതി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇതിനുള്ള കാരണമായി ദേവസ്വം കമ്മീഷണർ പറയുന്നത് ഈ സ്പോൺസറുടെ നിർദ്ദേശപ്രകാരം സ്വർണം പൂശൽ ജോലികൾ നടത്താൻ സെപ്റ്റംബർ 21 ഓഗസ്റ്റ് 21 തിരുവാഭരണം കമ്മീഷണർ എഴുതിയ കത്തിൽ പരാമർശമുള്ളത് ദേവസ്വം പ്രസിഡന്റ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ നടത്താൻ നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടത് എന്നുള്ളത് സാരം. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ ബോധപൂർവം അല്ലെങ്കിൽ മനഃപൂർവ്വം അത് തീരുമാനമെടുത്തിരുന്നു എന്നുള്ളതാണ് കോടതി ഇതിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. അല്ലെങ്കിൽ അത്തരം സൂചനകളാണ്, ഈ സൂചനകൾക്കുള്ള കൃത്യമായ തെളിവാണ് ഈ സംഭവ വികാസങ്ങളുടെ ഒരു ടൈം ലൈൻ പരിശോധിക്കുമ്പോൾ ലഭ്യമാകുന്നത് എന്നുള്ളതാണ് കോടതി അഭിപ്രായപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി 2023 പുറപ്പെടുവിച്ച ഉത്തരവുണ്ടായിട്ടും ഈ സ്പെഷ്യൽ കമ്മീഷണറെ ഈ വിവരങ്ങൾ അറിയിക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറായില്ല എന്നുള്ളതും ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു കവർച്ചമറയ്ക്കൽ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ കാര്യങ്ങൾ നടന്നത് എന്നുള്ള സംശയം ജനിപ്പിക്കുന്നതായി കോടതി പറയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റ് ക്രമക്കേടുകൾ ഉണ്ടായ സമയത്തും, പ്രത്യേകിച്ച് ഈ ദ്വാരപാലക ശില്പങ്ങളും പീഠങ്ങളും നൽകിയത് കൃത്യമായി മഹസർ തയ്യാറാക്കാതെ, വിശദാംശങ്ങൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെ തുടങ്ങിയിട്ടുള്ള ക്രമക്കേടുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ബോർഡ് അധികൃതർ മൗനം പാലിച്ചു എന്നുള്ളൊരു പരാമർശവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു 2019 കവർച്ച മറച്ചു വയ്ക്കാൻ 2025 നിലവിലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും PS പ്രശാന്ത് അടക്കമുള്ളവർ ഒരു ഗൂഢാലോചന നടത്തിയിരിക്കുന്നു എന്ന രീതിയിലേക്കുള്ള ഒരു നിഗമനത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു നിരീക്ഷണത്തിലേക്ക് ഹൈക്കോടതി പോവുകയാണ്. ഹൈക്കോടതി ഇത് ഏതെങ്കിലും ഒരു വിചാരണ ഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യമല്ല, ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഇടക്കാല ഉത്തരവിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ള പരാമർശങ്ങളായതിനാൽ തന്നെ അതൊരു കോടതിയുടെ ഫൈൻഡിങ്സ് എന്ന നിലയിൽ കാണാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും നിലവിലത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഈ സ്വർണ്ണക്കവർച്ചയുടെ, അല്ലെങ്കിൽ ആ സ്വർണ്ണക്കവർച്ച അറിയാമായിരുന്ന ആളാണ്, ആ സ്വർണ്ണക്കവർച്ച മറച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തി. കേൾക്കാമെങ്കിൽ ഈ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ, അപ്പം അദ്ദേഹം അറിയാതെ ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പഴയ സ്വർണ്ണക്കൊള്ള, അത് മറക്കാനെന്നല്ലേ കോടതി നിരീക്ഷിക്കുന്നത്? അങ്ങനെ തന്നെയാണ്. അതിൽ രണ്ട് കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഈ സ്വർണ്ണപ്പാളികൾ അത് ശരിയാക്കാനുള്ള, ഒരിക്കൽ സ്വർണം പൂശിയ പാളികളിൽ വീണ്ടും സ്വർണം പൂശാനുള്ള വൈദഗ്ധ്യം ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഇല്ലാമായിരുന്നു എന്ന് അറിയാമായിരുന്ന ദേവസ്വം കമ്മീഷണർ ആദ്യഘട്ടത്തിൽ അങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. എന്നാൽ പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെടൽ കൊണ്ട് അതിൽ നിന്ന് ദേവസ്വം കമ്മീഷൻ ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഈ കോടതി തന്നെ വീണ്ടും ചൂണ്ടിക്കാട്ടുന്നത് ഇതൊന്നാമത്തെ ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നമായി കോടതി ചൂണ്ടിക്കാട്ടുന്നത് ഈ
ഈ ശബരിമലയിലെ കാര്യങ്ങൾക്കായി കോടതി നിയോഗിച്ചിരിക്കുന്ന സ്പെഷ്യൽ കമ്മീഷണറെ ഇത്തരം വിവരങ്ങൾ അറിയിക്കണമെന്ന് 2023 തന്നെ കോടതി ഉത്തരവിറക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഉത്തരവ് നിലനിൽക്കെ സ്പെഷ്യൽ കമ്മീഷണറെ വിവരം അറിയിക്കാതെയാണ് ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഇത് രണ്ടും ആസൂത്രിതമായി ഈ സ്വർണ്ണക്കവർച്ച മറയ്ക്കാനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കണം എന്നുള്ളതാണ് കോടതി കൃത്യമായി ഇപ്പോൾ ഈ പുറത്തിറക്കിയിരിക്കുന്ന ഇടക്കാല ഉത്തരവിൽ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെയും നിലവിലത്തെ പ്രസിഡന്റും അതോടൊപ്പം തന്നെ നിലവിലത്തെ ബോർഡ് അംഗങ്ങൾക്കെതിരെയും എല്ലാം കോടതി ഒരു ആരോപണം അല്ലെങ്കിൽ കോടതി ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ്. ആ കണ്ടെത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കോടതി ഗൂഢാലോചനയ്ക്ക് കേസെടുത്ത് അന്വേഷിക്കണം ദേവസ്വം ബോർഡിനെതിരെ എന്നുള്ളൊരു നിർദ്ദേശം നൽകിയതും സുവമൂട്ട പ്രകാരം അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ കേസായി അത് പരിഗണിക്കണമെന്നും അന്വേഷിക്കണമെന്നുമുള്ള നിർദ്ദേശവും നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും കോടതി തന്നെ ഇത്തരമൊരു നിരീക്ഷണം അല്ലെങ്കിൽ ഇത്തരമൊരു ഫൈൻഡിംഗ് നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണമെന്നുള്ളൊരു ആവശ്യം അതിപ്പോൾ ശക്തമായി വരുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഹൈന്ദവ സംഘടനകൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ പിരിച്ചുവിടണം എന്നുള്ളതാണ്. ഇപ്പോൾ കോടതിയുടെ കണ്ടെത്തൽ കൂടി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആ ആവശ്യം ശക്തമാവുകയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഹൈന്ദവ സംഘടനകളൊക്കെ വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ഇപ്പോൾ രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനുശേഷം ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായ സമരങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ തെളിഞ്ഞു വരുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം എന്ന് പറയുന്നത് ദേവന്റെ മുതൽ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ. ഇപ്പോൾ നമ്മൾ നേരത്തെ പ്രത്യേകിച്ച് അതായത് 2019 ദേവസ്വം അംഗങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ശബരിമല കൊള്ള എന്നല്ലേ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. 2019 നേരിട്ട് കവർച്ചയിൽ പങ്കെടുത്ത ആളുകൾ അല്ലെങ്കിൽ നേരിട്ട് കവർച്ചയുടെ ആസൂത്രണത്തിലും ഗൂഢാലോചനയിലുമാണ് അന്നത്തെ ദേവസ്വം ബോർഡും അംഗങ്ങളും ഒക്കെ വന്നിരുന്നുവെങ്കിൽ 2025 എത്തുമ്പോൾ ആ കവർച്ച മറച്ചുപിടിക്കാൻ ശ്രമിച്ചതിനാണ് ഇപ്പോൾ ഇന്നത്തെ നിലവിലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്തിനെ അടക്കം സംശയമുന്നിലേക്ക് അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് ഗൂഢാലോചനയൊക്കെ നടന്നു എന്നുള്ളൊരു രീതിയിലേക്ക് ഒരു കണ്ടെത്തലിലേക്ക് കോടതി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. കോടതി വളരെ കൃത്യമായി പറയുകയാണ്, ഇത് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വീണ്ടും കൊടുത്തുവിടാൻ ദേവസ്വം ബോർഡ് മനഃപൂർവ്വം അത് ബോധപൂർവം ശ്രമിച്ചു എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ. അതോടൊപ്പം തന്നെയാണ് ഈ തിരുവാഭരണം കമ്മീഷണറുടെ ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നിട്ടും ആ ഒബ്ജക്ഷൻ മാറ്റാൻ, അതായത് ഈ സ്വർണ്ണപ്പാളികൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊടുത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ടും ആ സാഹചര്യം ഒഴിവാക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി നിർദ്ദേശിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തിരുവാഭരണം കമ്മീഷണർക്ക് നിർദ്ദേശം നൽകുകയും അല്ലെങ്കിൽ തിരുവാഭരണം കമ്മീഷണറുടെ ആ ഒരു അധികാരത്തിൽ അത്തരമൊരു ഇടപെടൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ട് നടത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ. സ്വാഭാവികമായും കവർച്ച മറച്ചു പിടിക്കാൻ കൂട്ടുനിന്നാൽ ആ കുറ്റകൃത്യത്തിൻ്റെ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായി നിലവിലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാറിയിരിക്കുന്നു എന്നുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് കോടതി പോയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ സ്ഥാനത്ത് തുടരാൻ PS പ്രശാന്തിന് അർഹതയുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ വളരെ സജീവമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നവമാധ്യമങ്ങളടക്കം PS പ്രശാന്ത് സ്ഥാനമൊഴിയണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉയർന്നിരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് PS പ്രശാന്തിൻ്റെയൊക്കെ കാലാവധി, ദേവസ്വം ബോർഡിൻ്റെ കാലാവധി അവസാനിക്കാൻ ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്, അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് PS പ്രശാന്തിനടക്കമുള്ളവർക്ക് കാലാവധി നീട്ടി നൽകാനുള്ള ഒരു ശ്രമം നടക്കുന്നതായി നേരത്തെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ദേവസ്വം ബോർഡിന്റെ വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണ കവർച്ച മറയ്ക്കാനുള്ള ഇടപെടലിൽ നിർണായക പങ്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണെന്ന് അറിയാൻ സാധിക്കുന്നു. അദ്ദേഹത്തിന് രാജി ആവശ്യം ഇപ്പോൾ ശക്തമാകുകയാണ്. 2025 കവർച്ച മറയ്ക്കാനുള്ള സ്വർണം പൂശലിന് മുൻകൈയെടുത്തത് PS പ്രശാന്താണെന്നുള്ള നിർണായക വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്.